ഹായ്. എടാ ഞാൻ ആക്ച്വലി നിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ എപ്പിസോഡിലെ വീഡിയോ കണ്ടപ്പം വന്നൊരു ഡൗട്ട് എന്ന് വെച്ചാൽ നമുക്ക് RTC 12 hour ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുക? അത് വളരെ സിമ്പിളാണ്. സത്യത്തിൽ നമ്മൾ കുറച്ച് ലോജിക്ക് യൂസ് ചെയ്താൽ മതി. സംഭവം നമ്മുടെ ഹവറില്ലേ, ആ ഒരു വേരിയബിളിൽ നമുക്ക് കണ്ടീഷൻ ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. RTC മോഡ്യൂളിൽ എങ്ങനെ 12 hour ഫോർമാറ്റ് ഉണ്ടാക്കാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ 12 hour ഫോർമാറ്റ് ആക്കിയിട്ട് അത് സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യുകയാണ് സത്യത്തിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എപ്പിസോഡിന്റെ അതേ കോഡ് തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എപ്പിസോഡ് കണ്ടിട്ട് വേണം ഈ ഒരു എപ്പിസോഡ് കാണുവാനായിട്ട് നിങ്ങൾ വരേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ആ വീഡിയോകളിലേക്ക് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പം RTC മോഡ്യൂൾ 24 മണിക്കൂർ ഫോർമാറ്റിൽ നമ്മൾ ചെയ്തു. അപ്പം നമുക്ക് അതിൽ നിന്നും ഡയറക്റ്റ് 12 മണിക്കൂർ ഫോർമാറ്റ് ഒന്നും കിട്ടുകയില്ല. 24 മണിക്കൂറിന്റെ ഫോർമാറ്റേ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും ഇവിടെ 24 മണിക്കൂറിനെ 12 ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം 24 മണിക്കൂറും 12 മണിക്കൂറും നമ്മളുടെ ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. 24 മണിക്കൂർ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 23 വരെ ഡിഫറെന്റ് ടൈം ഉണ്ടാവും. എന്നാൽ 12 മണിക്കൂർ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 13 എന്ന് പറയുന്നത് തൊട്ട് 1, 2, 3 എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ടേബിൾ കാണിച്ചു തരാം. ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പം 12 മണി എന്ന് പറയുന്നതിന് 24 മണിക്കൂർ ക്ലോക്കിൽ 0 ആണ്. അപ്പം 12 AM എന്ന് പറയുന്ന 24 മണിക്കൂർ ക്ലോക്കിൽ 0 ആണ്. പിന്നെ നമ്മളിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5, 6, 7 അവിടെയൊക്കെ വ്യത്യാസമൊന്നുമില്ല. 10, 11 അങ്ങനെ 12 മണി എത്തുമ്പോൾ AM മാറി അവിടെ PM ആകുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. 12 ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ റീഡ് ചെയ്യുന്ന ടൈം 12 ആണെന്നുണ്ടെങ്കിൽ നമുക്കത് PM ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നിലവിൽ ഞാൻ ചെയ്തിട്ടിരിക്കുന്ന കഴിഞ്ഞ എപ്പിസോഡിലെ കോഡിന്റെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് 24 മണിക്കൂറിന്റെ ഫോർമാറ്റ് ആണ് കിട്ടുന്നത്. ഇപ്പൊ സമയം 22:17 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കണം. ടൈം 24 show your ഫോർമാറ്റ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. അപ്പം 24 മണിക്കൂർ ഫോർമാറ്റ് എന്ന് ഞാൻ ആദ്യം കൊടുക്കുന്നു. 24 മണിക്കൂർ ഫോർമാറ്റിന്റെ കോഡ് ഞാൻ കോപ്പി ചെയ്തിട്ട് അടിയിൽ ഒന്നുകൂടി പേസ്റ്റ് ചെയ്യുകയാണ്. ഇതിന്റെ രണ്ടാമത്തെ കോഡ് ഞാൻ 12 ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 12 മണിക്കൂർ ഫോർമാറ്റ് എന്നാക്കുന്നു. അപ്പൊ ഇതിൽ ചേഞ്ച് വരുത്തേണ്ടത് ഹവറിന് മാത്രമാണ്. വേറെ ഒന്നിനും നമുക്ക് ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഹവർ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹവർ ചെക്ക് ചെയ്യുകയാണ്. അതിന് ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നു. ഇഫ് ഒക്കെ നേരത്തെ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത്. ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ നല്ലപോലെ ഫെമിലിയർ ആയി എന്നുള്ള ഒരു തരത്തിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു വീഡിയോയിലേക്ക് തന്നെ പോകേണ്ടതാണ്. അപ്പം ഹവർ എന്ന് പറയുന്നത് 12 ആണോ എന്നാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, 12 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹവറിന് മാറ്റമൊന്നും വേണ്ട. നമ്മുടെ ഈ ഒരു കേസിൽ 12 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 12 ആണെന്നുണ്ടെങ്കിൽ AM മാറി PM ആയാൽ മതി. ഓക്കെ, AM ഉം PM ഉം ഇവിടെ എങ്ങനെ നിശ്ചയിക്കും എന്നുള്ളതായിരിക്കും ഇപ്പോഴത്തെ ഒരു ചോദ്യചിഹ്നം. അപ്പം നമുക്ക് അതിനായിട്ടൊരു വേരിയബിൾ ഉണ്ടാക്കാം. ബൂലിയൻ നോൺ എന്ന് പറഞ്ഞൊരു വേരിയബിൾ, അല്ലെങ്കിൽ നമുക്ക് AM എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കാം. AM = 1 എന്ന് ഞാൻ കൊടുക്കാം. അപ്പൊ AM 1 ആണെന്നുണ്ടെങ്കിൽ AM ആണ്, AM 0 ആണെന്നുണ്ടെങ്കിൽ PM ആണ് എന്നൊരു രീതിയിൽ നമുക്ക് തൽക്കാലം അനുമാനിക്കാം. അപ്പം ഞാൻ AM എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു, അതിൽ 1 ആയിട്ട് കൊടുത്തു. അപ്പൊ ഇനിഷ്യലായിട്ട് AM ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഈ AM എന്ന് പറയുന്നത് 0 ആക്കണം. അപ്പൊ 0 ആണെന്നുണ്ടെങ്കിൽ AM 0 ആണ്, അതിനർത്ഥം PM ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ എത്തുന്നു. രണ്ടാമത്തെ ഒരു ഏരിയയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് 12നേക്കാൾ കൂടിയാൽ എത്ര സംഭവിക്കണം എന്നുള്ളതാണ്. അതായത് 13 മണിയായി കഴിഞ്ഞാൽ സ്റ്റിൽ PM ആകുകയും വേണം. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ സമയത്തിൽ നിന്നും 12 കുറയ്ക്കണം. അതായത് 13 - 1 12, അതേപോലെ 16 - 4. അപ്പൊ ആ ഒരു രീതിയിലുള്ള ചേഞ്ച് ഇവിടെ ഉണ്ടാകണം. 16 4 ആയത് എങ്ങനെ? 16ൽ നിന്ന് 12 കുറച്ചാൽ 4 കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ 12 നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എപ്പോൾ? ഈ പറയുന്ന സമയം 12നേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ. അപ്പോൾ if t.hour greater than 12 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് AM-നെ
ആദ്യം 0 ആക്കണം. അതിനുശേഷം t ഡോട്ട് ഹവർ ഈക്വൽ ടു t ഡോട്ട് ഹവർ മൈനസ് 12. അതായത് നിലവിലത്തെ ഹവറിൽ നിന്നും 12 കുറയ്ക്കണം എന്നുള്ളതാണ്. നമ്മൾ നോർമലി ഇവിടെ തീർന്നു എന്ന് വിചാരിക്കും. ബട്ട് നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 0 മണി എന്ന് പറയുന്ന ഒരു സമയം 24 മണിക്കൂർ ക്ലോക്കിലുണ്ട്. അപ്പൊ ആ ഒരു സമയത്തെ കൂടി നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സംഗതി കൃത്യമായി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ 12 ആണോ എന്ന് ചെക്ക് ചെയ്തു, 12 കൂടുതലാണോ എന്നും ചെക്ക് ചെയ്തു. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 0 ആണോ എന്നും കൂടി ചെക്ക് ചെയ്യാം. അപ്പൊ ഓക്കെ, എൽസ് ഇഫ് t ഡോട്ട് ഹവർ ഈക്വൽ ടു 0. ഓക്കെ, ഇത് 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത്. അപ്പം am ആണ്. am എന്ന് പറയുമ്പോൾ am എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 1 സ്റ്റോർ ചെയ്യണം. കാര്യം എന്താ, ആ സമയം നമ്മൾ നോക്കിക്കേ, 0 എന്ന് പറയുന്നത് 12 am ആണ്. പിന്നെ അവിടെ ടൈം എന്ന് പറയുന്നത് 12 ആയി മാറ്റണം. അപ്പൊ t ഡോട്ട് ഹവർ ഈക്വൽ ടു t12 എന്നാക്കി മാറ്റണം നമ്മൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഡിനെ നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്തത്. അത് കുഴപ്പമില്ല, അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ആദ്യം നമ്മൾ 12 ആണോ എന്ന് ചെക്ക് ചെയ്തു. ഹവർ 12 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ am എന്ന് പറയുന്നത് 0 സെറ്റ് ചെയ്തു. അതിനുശേഷം 12 കൂടുതലാണെന്നുണ്ടെങ്കിൽ am എന്ന് പറയുന്നത് 0 സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ t ഡോട്ട് ഹവർ എന്ന് പറയുന്നതിൽ നിന്നും 12 കുറച്ച് t ഡോട്ട് ഹവറിലേക്ക് തന്നെ സ്റ്റോർ ചെയ്തു. അതിനുശേഷം ചെക്ക് ചെയ്യുന്നത് t ഡോട്ട് ഹവർ 0 ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു 3 കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് കറക്റ്റ് ഹവർ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും, മിനിറ്റ് പ്രിന്റ് ചെയ്യുന്നുണ്ടാവും, സെക്കൻഡ് പ്രിന്റ് ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്ക് ഇത് AM ആണോ PM ആണോ എന്നും കൂടെ പ്രിന്റ് ചെയ്യണം. കാര്യം എന്താ, നമ്മളിവിടെ 12 മണിക്കൂർ ഫോർമാറ്റ് ആണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ AM ആണോ PM ആണോ എന്ന് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു കണ്ടീഷൻ വേണം. ഇഫ് AM ഈക്വൽ ടു 0, AM ഈക്വൽ ടു 0 അല്ലെങ്കിൽ AM ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും AM എന്ന് പറയുന്ന വേരിയബിളിൽ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പ്രിന്റ് ചെയ്യാൻ പറ്റും ഇത് AM ആണ് എന്നുള്ളത്. നമ്മൾ AM എന്ന് പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ അതല്ല എന്ന് കരുതുക, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും PM ആണ് എന്നുള്ളത്. ഓക്കെ, PM. അപ്പം PM എന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പം അത്രയും സിമ്പിളായൊരു കോഡാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ഔട്ട് കിട്ടാത്ത കാരണം നമ്മൾ കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് AM ഉം PM ഉം ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് സത്യത്തിൽ ഇവിടെ നമ്മൾ ചെയ്തത്. അപ്പം ഇനിയും നമുക്ക് ഈ ഒരു കോഡ് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ജസ്റ്റ് ചെറിയ സ്പേസിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നു, കമ്പൈൽ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വേറൊന്നും അല്ല എറർ വന്നത്, നമ്മളൊരു സെമിക്കോളൻ മിസ് ചെയ്തതാണ്. സെമിക്കോളൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് എറർ വരും. നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, നമുക്കിതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ സീരിയൽ മോണിറ്റർ എടുക്കുന്നു. അപ്പോൾ സീരിയൽ മോണിറ്റർ നോക്കുമ്പോൾ കണ്ടോ 22:51 എന്ന് പറയുന്നതാണ് 24 മണിക്കൂറിന്റെ ഫോർമാറ്റ്. അത് നമുക്ക് 10:22 എന്ന് കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ സൈഡിൽ PM ഉം ഇപ്പോൾ AM ആണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ AM ഉം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഒരു 24 മണിക്കൂർ ഫോർമാറ്റിലുള്ള കോഡിനെ അല്ലെങ്കിൽ ടൈമിന്റെ RTCയുടെ കോഡിനെ 12 മണിക്കൂറാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളൊരു കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മളുടേതായ ലോജിക്കിൽ ചെയ്ത ഒരു രീതിയാണിത്. അപ്പം നിങ്ങൾക്ക് അർഡിനോയെ പറ്റിയുള്ള പ്രോജക്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോജക്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നല്ലൊരു എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JB സൈനിങ് ഔട്ട്. സീ യു.